അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമാണ് ഫലാ തകൂനന്ന മിനൽ ജാഹിലീൻ, നിങ്ങൾ ജാഹിലുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകാൻ പാടില്ല എന്നുള്ളത്. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ടവർ ജാഹിലുകളാണ്. ജാഹിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മതം അറിയാത്തവർ, മതം പഠിക്കാത്തവർ എന്നൊക്കെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. അമ്പിയാക്കളുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അമ്പിയാക്കൾ ദുആ ചെയ്തു, റബ്ബി ഗഫിർ ലി ഖതീഅതി വജഹ്ലി, അല്ലാഹുവേ പാപങ്ങൾ പുറത്തു തരണം, അതോടൊപ്പം തന്നെ ജഹലിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്ന് അമ്പിയാക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ കാണേണ്ട കാര്യമാണ്, നമ്മൾ ജാഹിലുകളല്ല, അഥവാ മതപരമായ അറിവില്ലാത്ത ആളുകളല്ല എന്നത് ഉറപ്പുവരുത്തണം. നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കേണ്ട കുറേ ചോദ്യങ്ങളുണ്ട്. എന്താണ് ഖുർആനിൽ നിന്ന് നമുക്കുള്ള അറിവ്? വിശുദ്ധ ഖുർആനിൽ 6000 ചില്ലാനും ആയത്തുകളുണ്ട് എന്ന് പ്രഭാഷണങ്ങളിലൂടെ, ക്ലാസ്സുകളിലൂടെ നിരന്തരം കേൾക്കുന്ന ആൾക്കാരാണ്. അതിൽ എത്ര ശതമാനം ഖുർആനിൻ്റെ ആയത്തുകൾ നമുക്കറിയാം? ഖുർആനിൽ അറിയാവുന്ന ആയത്തുകളിൽ തന്നെ എത്ര ആയത്തുകളുടെ അർത്ഥം നമുക്കറിയാം? നോക്കി ഓതാൻ പോലും അറിയാത്ത എത്രയോ ആളുകൾ നമ്മുടെ ഇടയിൽ, മുസ്ലിങ്ങളുടെ ഇടയിൽ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ മുതിർന്ന ആളുകളേക്കാൾ മക്കൾ നന്നായി പഠിക്കുന്ന കാലഘട്ടമാണിത്. നമ്മുടെ കുട്ടികൾ നമ്മളേക്കാൾ ഖുർആൻ ഓതാൻ അറിയാം, നമ്മുടെ കുട്ടികൾക്ക് നമ്മളേക്കാൾ തഫ്സീർ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൗരവമായ ഒരു ആലോചന, റബ്ബിൻ്റെ കൽപ്പനയാണ്, മതം അറിയുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഉൾപ്പെടേണ്ടത്, ജഹലിൽ അറിവില്ലാത്ത ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല എന്നുള്ളതാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു വ്യക്തിയെക്കുറിച്ച് അറിയുകയാണ്. അയാളുടെ അടുക്കൽ ഒരു ഹദീസുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചൊരു ഹദീസ് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുണ്ട്. ആ ഹദീസ് നബിയിൽ നിന്ന് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം ജാബിർ റളിയല്ലാഹു അൻഹു ഒരു മൃഗത്തെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കി 1 മാസത്തോളം യാത്ര ചെയ്ത് ഷാമിലെത്തി അവിടെ നിന്ന് ആ ഹദീസ് പഠിച്ച ചരിത്രം പ്രസിദ്ധമാണ്. നോക്കൂ നിങ്ങൾ, അറിവ് നേടാൻ വേണ്ടി, അറിവുള്ള ആളുകളാകാൻ വേണ്ടി, ജഹലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുൻഗാമികളായ ആളുകൾ അനുഭവിച്ച ത്യാഗങ്ങളുടെ ചരിത്രം അത് വളരെ വലുതാണ്, വളരെ വിശാലമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അറിവെത്രയാണ്, നമ്മൾ എത്രമാത്രം ജഹലിൽ നിന്ന് രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നുണ്ട് എന്ന് ഗൗരവമായി ആലോചിക്കണം. ഇബാദത്തുകളെക്കുറിച്ചുള്ള നമ്മുടെ അറിവെത്രയാണ്? നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ തെറ്റാതെ നമ്മളിൽ എത്ര ആളുകൾക്കറിയാം? അതേപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ, നോമ്പ് പോലെയുള്ള, സകാത്ത് പോലെയുള്ള, ഹജ്ജ് പോലെയുള്ള നമ്മുടെ ജീവിതത്തിൽ നാം നിരന്തരം ചെയ്യേണ്ട ആരാധനകളുണ്ട്. ആ ആരാധനകളുടെ രൂപങ്ങളറിയാത്ത, പ്രാർത്ഥനകളറിയാത്ത, അതിൻ്റെ കൃത്യമായ വിവരങ്ങളില്ലാത്ത കുറേ ആളുകൾ നമ്മുടെയൊക്കെ ഇടയിലുണ്ട്. ആരെയെങ്കിലും ആക്ഷേപിക്കാനോ വിമർശിക്കാനോ വേണ്ടി പറയുന്നതല്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അറിവുള്ള ആളുകളാകണം, നമ്മൾ ജാഹിലുകളാകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്, ഫഅലം, നീ അറിയണം, നീ മനസ്സിലാക്കണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി, ഇബാദത്തിനർഹനായി യഥാർത്ഥത്തിൽ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. അഥവാ അറിവ് നേടുക എന്നുള്ളത് ഇബാദത്താണ്. അറിവുള്ള ആളുകളാണ് അല്ലാഹുവിനെ ഭയപ്പെടുക എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ളവരാണ്, വിവരമുള്ളവരാണ് അല്ലാഹുവിനെ ഭയപ്പെടുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ പറഞ്ഞു, ത്വലബൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമായ ബാധ്യതയാണ് അറിവ് നേടുക എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജാഹിലുകളല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ നിത്യജീവിതത്തിൽ വിശ്വാസി എന്ന നിലയിൽ നമ്മൾ അനുവർത്തിക്കേണ്ട നമ്മുടെ വിശ്വാസപരമായ, കർമ്മപരമായ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ബോധമുള്ള, അറിവുള്ള ആളുകൾ നമ്മളായിട്ടില്ല എങ്കിൽ നമ്മൾ പരലോകത്ത് വിലപിക്കേണ്ടി വരും, ഖേദിക്കേണ്ടി വരുമെന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച്, അവൻ്റെ പ്രവാചകനെക്കുറിച്ച്, ദീനിനെക്കുറിച്ച് പഠിക്കുന്ന, മനസ്സിലാക്കുന്ന, ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി അധ്വാനിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.